ഓരോ ലിസ്റ്റ് വരുമ്പോഴും അടുത്ത ലിസ്റ്റ് വരും എന്ന് പറയുന്നല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെയൊക്കെ കൈ കണ്ടില്ലേ, ജന്മന ഈ കൈ ഇങ്ങനെ തന്നെയാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു കുടുംബം പോയിട്ട് പോകുന്നത്. ഇവിടെ തിരിച്ചു വരാൻ പറഞ്ഞാൽ എനിക്ക് പുറത്ത് നിൽക്കൽ നടക്കില്ല, ആത്മഹത്യ തന്നെ എനിക്ക് ഇതുള്ളൂ. ഇത്ര അടുത്തുകൂടെ വെള്ളം പോയിട്ട് വരെ ഞങ്ങളതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ വരുന്ന ലിസ്റ്റിലൊന്നും ഞങ്ങൾ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വയനാട് ചൂരൽമലയിലൊക്കെ കുത്തൊഴുക്കിന്റെ വാർത്തകൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൂരൽമലയ്ക്ക് സമീപമുള്ള ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയായ പടവെട്ടിക്കുന്നിലെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇവിടെ 27 കുടുംബങ്ങളാണ് മുൻപ് താമസിച്ചിരുന്നത്. ഈ ദുരന്തത്തെ തുടർന്ന് ഇവരൊക്കെ ഇപ്പോൾ വാടക വീടുകളിലേക്ക് മാറി താമസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഈ പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന സ്കൂൾ റോഡിലൊക്കെ വെള്ളം കയറിയത്. വലിയ കുത്തൊഴുക്കാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന റോഡിൻ്റെ അരികിലാണിത്. ഇപ്പോൾ ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ശക്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ തന്നെ 27 കുടുംബങ്ങൾ, പടവെട്ടിക്കുന്നിൽ താമസിക്കുന്ന 27 കുടുംബങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ അവരിപ്പോഴും വാടക വീടുകളിലാണ്. നേരത്തെ ജോൺ മത്തായി കമ്മീഷൻ്റെ കണക്കെടുപ്പ് പ്രകാരം ഈ മേഖലയിൽ വാസയോഗ്യമാണ് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം പടവെട്ടിക്കുന്നിലെ പ്രദേശവാസികൾ ചേരുകയാണ്. എന്താ ഇപ്പോൾ സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾ പരസ്പരം നിരന്തരം കളക്ടറേറ്റിൽ അവിടെ പോയി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു മാറ്റങ്ങൾ ഇതുവരെ സർക്കാരിന് വരുത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ 10-27 കുടുംബം ഇവിടെ പെട്ട ഇതിലാണ്. വെള്ളം കണ്ടില്ല നിങ്ങൾ സ്ഥിതി, റോഡ് ഫുള്ളായി വെള്ളം. ഇന്ന് കുറച്ച് വെള്ളം കുറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടണം, അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. നിരന്തരം ഞങ്ങൾ സർക്കാരിലും എല്ലാം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അവർ ഓരോ ലിസ്റ്റ് വരുമ്പോഴും അടുത്ത ലിസ്റ്റ് വരും എന്ന് പറയുന്നല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ ആവശ്യം ഞങ്ങൾ വീട് കിട്ടണം. ഇവിടെ പുനരധിവാസം കൽപ്പറ്റയാവാത്ത എവിടെയെന്ന് വെച്ചാൽ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാടക വീടുകളിൽ കഴിയുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. മഴ മാറിക്കഴിഞ്ഞാൽ ഇനി വാടക വീടുകളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് താമസിക്കാനായി വരേണ്ടി വരും. ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികൂലകരമായ സാഹചര്യമായാൽ ഇനിയും മറ്റൊരു ദുരന്തത്തിന് കൂടി സാക്ഷിയാകേണ്ടി വരുമെന്നുള്ളൊരു ഭയവും ഇവരെ വേട്ടയാടുന്നുണ്ട്. ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ എന്താ അവരുടെ സ്ഥിതി കാരണം വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഓണർമാരെ പ്രശ്നങ്ങൾ കാരണം അവർ ഒരു ദിവസം വാടക വഴുകി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് വാടക കിട്ടണം. ഒന്നാമത് പണിയില്ല. നമ്മൾ ഈ നാട്ടിലുണ്ടായിരുന്ന പോലെ പണിയില്ല. ഞാൻ എൻ്റെ കാര്യം പറയല്ലോ, എനിക്കൊന്നും പണിയില്ല. ഞാനിപ്പോൾ 2ാമത്തെ വീട്ടിലേക്കാണ് മാറിയിരിക്കുന്നത്. അവിടുത്തെ ചെറിയ പ്രയാസം കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയില്ലേ. പിന്നെ മോളെ പഠിത്തത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്നാൽ അതിലും വലിയ കഷ്ടത്തിലായിരിക്കും. ഇനിയിപ്പോൾ സർക്കാർ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആത്മഹത്യ ഇല്ലാതെ വേറെ വഴിയില്ല. കുടുംബടക്കം ആത്മഹത്യ ചെയ്യുക, വേറെ വഴിയില്ല. വാടക കൊടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല. എൻ്റെയൊക്കെ കൈ കണ്ടില്ലേ, ജന്മന ഈ കൈ ഇങ്ങനെ തന്നെയാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു കുടുംബം പോയിട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് വാടക കൊടുക്കലും കുടുംബം പോറ്റലും ഒക്കെ ഇപ്പം നടക്കൂല. ഇവിടെ തിരിച്ചു വരാൻ പറഞ്ഞാൽ എനിക്ക് പുറത്ത് നിൽക്കൽ നടക്കില്ല, ആത്മഹത്യ തന്നെ എനിക്ക് ഇതുള്ളൂ. ജോൺ മത്തായി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ മേഖലയ്ക്ക് വാസയോഗ്യമാണെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് വാസയോഗ്യമല്ല എന്നാണ്, പിന്നീട് വന്ന റിപ്പോർട്ട് പ്രകാരം വാസയോഗ്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചില ആളുകൾക്ക് വേണ്ടി നിർബന്ധപൂർവം പറഞ്ഞ പോലെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ താമസിച്ചത് ഇവിടെ റാട്ടപ്പാടിയിലാണ്. ഈ ഫാക്ടറിക്ക് തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇത്ര അടുത്തുകൂടെ വെള്ളം പോയിട്ട് വരെ ഞങ്ങളതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ വരുന്ന ലിസ്റ്റിലൊന്നും ഞങ്ങൾ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇപ്പോൾ 2 മഴ ഇവിടെ പെയ്തിട്ടുള്ളൂ. ഈ പുഴയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. എങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരിക? വളരെ ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ വാടക വീട്ടിലാണ്. അവിടെ തന്നെ ഇപ്പോൾ പിന്നെ കറണ്ടില്ല, വെള്ളമില്ല, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ചെയ്യുക? ആരോട് പറയാം? കാലവർഷം ആരംഭിച്ചപ്പോഴേക്കും ഇവിടെയൊക്കെ വലിയ കുത്തൊഴുക്കാണ്. നേരത്തെ നമ്മൾ പുന്നപ്പുഴയിലെ കുത്തൊഴുക്കൊക്കെ വാർത്തകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ പടവെട്ടിക്കാരുടെ ആശങ്ക എന്ന് പറയുന്നത് അത് മാറ്റേണ്ടത് അധികൃതർ ഇടപെട്ട് തന്നെയാണ്. നിലവിൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാകുമോ? ഒരിക്കലും സാധ്യമാവില്ല. കാരണം ഞങ്ങൾ ഒരാളല്ല, 27 കുടുംബമുണ്ട്. ഇതിൽ പ്രായ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ചെറിയ പഠിക്കുന്ന മക്കളുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ല, ഈ 2 മഴക്കാണ് റോഡ് പൂർണ്ണ. ആദ്യം നമുക്ക് റോഡില്ല. ഈ മുണ്ടക്കായ് പ്രദേശം പോലെ തന്നെ നമ്മളെ സ്കൂൾ റോഡും കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് പോയതാണ്. പിന്നെ അന്ന് JCB വന്ന് ഒരു തട്ടിക്കൂട്ടിയിട്ട് 4 വീൽ വണ്ടി മാത്രം ഇതിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായിപ്പോയി. ഒരാൾക്ക് നടന്നു വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളും കണ്ടതാണല്ലോ, ഞങ്ങൾ നുണ പറയുന്നല്ല. അപ്പോൾ ഞങ്ങൾ ഈ പടവെട്ടിക്കുന്നിൽ ഒരു 27 കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടവെട്ടിക്കുന്നിൽ വെറും 6 കുടുംബമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റും ഈ സ്കൂൾ റോഡുള്ള തന്നെയാണ്. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവർ അതിര് തിരിച്ചത്. ആരാണ് ഇതിൻ്റെ അധികാരികൾ നമുക്കറിയില്ല. നമുക്ക് പറയാനുള്ളത് കളക്ടറേറ്റിലും നമ്മൾ ഒരുപാട് വട്ടം കയറി. നമ്മളിപ്പോൾ നമ്മുടെ കേസ് നിലവിൽ
പിന്നെ കോടതിയിലുണ്ട്. കാരണം ഞങ്ങളൊരു 27 കുടുംബത്തിന് ആരോ ഒഴിവാക്കി കളിക്കുകയാണ്. ആദ്യം ഒന്ന് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കളക്ടറെ കണ്ടപ്പോൾ എന്താ പറയുന്നത്? കളക്ടർ പറയുന്നത് നിങ്ങളത് നമ്മൾ സർക്കാരിലോട്ട് വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും ഞങ്ങൾ എല്ലാ സമയത്തും ഞങ്ങൾ കളക്ടറേറ്റിൽ തന്നെയാണ്. ഇനി ലാസ്റ്റ് ലിസ്റ്റ് വരാണ്ട് അതിൽ നിങ്ങൾ എന്തായാലും ഉൾപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയില്ല. 27 കുടുംബങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞാൽ ആരും വരില്ല. കാരണം ഒന്നാമത് ഓരോ കുടുംബത്തിൽ 17, 15, 5, 6 പേര് പോയവരുള്ള മരണപ്പെട്ടു പോയവരുള്ളത്. ഞങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. മത്തായി സാർ അടിച്ച കുറ്റിയുടെ ഒരു 100 മീറ്ററിൻ്റെ അകലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് അങ്ങോട്ട് ദിശ മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി മൊത്തം പോയില്ലേ. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചാൽ ഇനി ഞങ്ങളൊരു മറ്റു ദുരന്തത്തിന് കൊടുക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ ദയനീയമായ ഒരു സ്വരമാണിത്. അധികൃതർ ഇത് കാണാതെ പോകരുത്. ഉടൻ തന്നെ 27 കുടുംബങ്ങൾക്കും മാറി താമസിക്കാനുള്ള അല്ലെങ്കിൽ ഈ പുനരധിവാസത്തിൻ്റെ ലിസ്റ്റിലെങ്കിലും ഉൾപ്പെടുത്താനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്പ്രയ്ക്കും ആൽബിൻ മാത്യുവിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.